ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു അല്ലേ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബാക്കി, അതായത് നമ്മൾ ഓൾറെഡി ഒരു 40 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞു. ബാലൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം അല്ലേ. സോ ഐഡന്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു CAPM, അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ അസംഷൻസ് നോക്കുമ്പോൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ അസംഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിലെ ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് നോക്കാം. ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ബൈ നേച്ചർ. ഇൻവെസ്റ്റേഴ്സിനൊന്നും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്, റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, റിസ്ക് അവേഴ്സ് ആണ്. ശരിയാണല്ലേ, കാരണം നമ്മൾ CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിന്റെ അസംഷനിൽ പഠിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ്. ദെൻ there is no tax, inflation or transaction cost. അവിടെ ടാക്സ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ഇൻഫ്ലേഷൻ. അവിടെ ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ ഓൾറെഡി അസംഷൻ പഠിക്കുമ്പോൾ എപ്പോഴും പഠിച്ചു വെക്കുന്നതാണല്ലോ. ദർ ഇസ് നോ ടാക്സ്, അല്ലെങ്കിൽ ദർ ഇസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻഫ്ലേഷനെ പറ്റിയിട്ടൊന്നും അവിടെ പറയുന്നില്ല. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 2 അവിടെ ശരിയാണ്. ഓപ്ഷൻ 3 പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് ടൈം പീരീഡ് ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ. ആ ഒരു അസംഷൻ തെറ്റാണല്ലേ, കാരണം ഇൻവെസ്റ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈം പീരീഡിലല്ലോ ഇൻഫർമേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1 and 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. ബോത്ത് 1 and 2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പോൾ CAPMന്റെ അസംഷൻസ് നമുക്കൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഒരു അസറ്റ് പ്രൈസിംഗ് മോഡൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റേഴ്സ് ആർ ഗിവൺ ദി സെയിം എമൗണ്ട് ഓഫ് ടൈം ടു അസസ് ദി ഇൻഫർമേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ തെറ്റാണല്ലേ, ഡിഫറെൻറ്റ് ടൈം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇൻവെസ്റ്റേഴ്സ് ആർ ഗിവൺ ദി സെയിം ടൈം ടു അസസ് ദി ഇൻഫർമേഷൻ. മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാനും മറ്റും ഇൻവെസ്റ്റേഴ്സിന് സെയിം, എല്ലാവരും ഒരേ ടൈമാണ് അല്ലേ, സെയിം ടൈമാണ് ഇൻഫർമേഷൻ അസസ് ചെയ്യാനായിട്ട്, സെയിം ടൈമാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി ബ്രോക്കൺ അപ്പ് ഇൻ ടു കൗണ്ട്ലെസ് ഷേപ്പ് ആൻഡ് സൈസ്. ബൈ നേച്ചർ ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ്. അതും നമ്മൾ പറഞ്ഞു. റിസ്ക് ആൻഡ് റിവാർഡ് ആർ കോറിലേറ്റഡ് ലീനിയർലി. റിസ്ക്കും റിവാർഡും തമ്മിൽ ഒരു ലീനിയർ കോറിലേഷൻ ആണ്. അതായത് റിസ്ക് കൂടുന്നതനുസരിച്ച് റിവാർഡും കൂടും, റിസ്ക് കുറയുമ്പോൾ റിവാർഡും കുറയും. അതാണല്ലോ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ടാക്സസ്, ഇൻഫ്ലേഷൻ ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഡു നോട്ട് എക്സിസ്റ്റ്. അവിടെ ടാക്സ് ഇല്ല, ഇൻഫ്ലേഷൻ ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. ഓക്കെ. ദെൻ അറ്റ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ലിമിറ്റ്ലെസ് ക്യാപിറ്റൽ ഈസ് അവൈലബിൾ ഫോർ ബോറോയിങ്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിന് എത്ര ക്യാപിറ്റൽ വേണമെങ്കിലും അവർക്ക് അവൈലബിൾ ആണ്. അതായത് റിസ്ക് ഫ്രീ റേറ്റിൽ എത്ര ക്യാപിറ്റൽ വേണമെങ്കിലും അവർക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ CAPMന്റെ മെയിൻ ആയിട്ടുള്ള അസംഷൻസ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിനകത്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എല്ലാവർക്കും, അതായത് പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ് ആസ് സാമ്പിൾസ്. അവരെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് പ്രോബബിലിറ്റി. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ട്. നോൺ പ്രോബബിലിറ്റിയിൽ അങ്ങനെയല്ല അല്ലേ. സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക്, കൺവീനിയൻസ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം. ഇപ്പൊ ഇതിനകത്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് അല്ലാത്തത് ഏതാണ്? സിമ്പിൾ റാൻഡവും, കൺവീനിയൻസും, സ്ട്രാറ്റിഫൈഡും, സിസ്റ്റമാറ്റിക്കും. ഇത് 4 നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പ്രോബബിലിറ്റി അല്ലാത്തത് ഏതാണ്, അതായത് ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് അല്ലേ. നമുക്ക് ഈ സാമ്പിളിംഗ് മെത്തേഡുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സാമ്പിളിംഗ് മെത്തേഡിനകത്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഏരിയ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇനി നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് ജഡ്ജ്മെന്റൽ, കൺവീനിയൻസ്, ക്വോട്ട സാമ്പിളിംഗ്, പാനൽ സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. ഇതെല്ലാം നോൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗിൽ വരുന്നതാണ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക്, സ്ട്രാറ്റിഫൈഡ് ഇത് 3ഉം നമ്മളുടെ പ്രോബബിലിറ്റി ആണ്. കൺവീനിയൻസ് മാത്രം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ്. അപ്പോൾ സാമ്പിളിംഗ് ടെക്നിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഈ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. കാരണം നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഒക്കെ ചോദിക്കാറുണ്ട് ഇതിലേതാണ്
പ്രോബിലിറ്റി അല്ലെങ്കിൽ ഏതാണ് നോൺ പ്രോബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് സിനാരിയോ ഈസ് ആൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഇതിലേത് സിറ്റുവേഷനിലാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആകുന്നത്? ഇതിലേത് സിറ്റുവേഷനിലായിരിക്കും? എക്സ്പ്ലോറേറ്ററി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു പ്രീവിയസ്ലി സ്റ്റഡി നടന്നിട്ടില്ലാത്ത ഒരു ഏരിയയിൽ നമ്മളൊരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തി പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോകുന്നതാണല്ലേ എക്സ്പ്ലോറേറ്ററി. എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിലേത് സിറ്റുവേഷനിലായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. വെൻ യു വോണ്ട് ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് എക്സ്പ്ലോറേറ്ററി അല്ലല്ലോ, ഡിസ്ക്രിപ്റ്റീവ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. യെസ്. ദെൻ വെൻ യു ഹാവ് എ ഹൈപ്പോത്തസിസ് ടു ടെസ്റ്റ്. ഒരിക്കലും നമ്മൾ എക്സ്പ്ലോറേറ്ററി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വെൻ ദ റിസർച്ച് പ്രോബ്ലം ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. റിസർച്ച് പ്രോബ്ലം ക്ലിയർലി ഡിഫൈൻഡ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ ആ പ്രോബ്ലം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതായത് മുന്നേ അവിടെ ഒരു സ്റ്റഡി നടന്നിട്ടില്ല, നമുക്ക് അവിടെ ഒരു ഇൻഡെപ്ത് സ്റ്റഡി വേണം, നമ്മൾ അതിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളുടെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡിയുടെ പ്രത്യേകത. സോ exploratory research is a research conducted to investigate a problem that is not clearly defined, has been under investigated or is otherwise poorly understood. കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ അല്ലെങ്കിൽ അണ്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടന്നിട്ടില്ല, അല്ലെങ്കിൽ പുവർലി അണ്ടർസ്റ്റുഡ്, അവിടെ സ്റ്റഡി നടന്നത് ഒട്ടും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി അല്ല നടന്നത്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കവിടെ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്താം. സോ exploratory research is the researcher's tool to understand an issue more thoroughly before attempting to quantify mass responses into statistically inferable data. നമ്മളപ്പോൾ കുറച്ചുകൂടി തറവായിട്ട് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പഠിക്കാനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് വെൻ പി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ സിഗ്നിഫിക്കൻസ് ലെവൽ. പി വാല്യൂ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ആണോ ചെയ്യുന്നത് അതോ അക്സെപ്റ്റ് ആണോ ചെയ്യുന്നത്? നമുക്കറിയാം ഇപ്പോൾ പി വാല്യൂ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെക്കാട്ടി കുറവാകുമ്പോഴാണ് നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. സോ പി വാല്യൂ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത് അല്ലേ. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് വെൻ നൾ ഹൈപ്പോത്തസിസ് ഈസ് ട്രൂ ബട്ട് റിജക്റ്റഡ്. അത് ശരിയാണ് അല്ലേ. നമ്മൾക്ക് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ശരിയായിട്ടും നമ്മൾ റിജക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അല്ലേ. റിജക്ടിങ് ദ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, അതാണ് നമ്മുടെ ടൈപ്പ് 1 എറർ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ഒള്ളി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എ പി വാല്യൂ മോർ ദാൻ ദ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് indicate strong evidence for the null hypothesis. This means we retain the null hypothesis and reject the alternative hypothesis. അപ്പോൾ പി വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ റിജക്റ്റുമാണ് ചെയ്യുന്നത്. ഓക്കെ, പി വാല്യൂ നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെക്കാട്ടി കൂടുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ആണ്. പി വാല്യൂ സിഗ്നിഫിക്കൻറ്റ് ലെവലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിസർച്ച് സ്റ്റഡി ഇന്റൻസ് ടു അനലൈസ് കസ്റ്റമർ പ്രിഫറൻസ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി. സോ ദ റിസർച്ചർ പ്ലാൻസ് ടു ക്ലാസിഫൈ ദ പ്രിഫറൻസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഡെമോഗ്രഫിക്സ്. വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഇവിടെ നമുക്ക് കാണാം ഒരു റിസർച്ചർ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമർ പ്രിഫറൻസ്, അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഏത് തരം ഫുഡാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു സ്റ്റഡി ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അവിടെ റിസർച്ചർ പ്ലാൻസ് ടു ക്ലാസിഫൈ ദ പ്രിഫറൻസ് ബേസ്ഡ് ഓൺ കസ്റ്റമർ ഡെമോഗ്രാഫിക്സ്. അപ്പോൾ കസ്റ്റമറുടെ ഡെമോഗ്രാഫിക്സിന്റെ ബേസിൽ, കസ്റ്റമേഴ്സിന്റെ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓരോരുത്തരുടെയും ഏജ്,
അല്ലെങ്കിൽ ജെൻഡർ ഇങ്ങനെയുള്ള ഡെമോഗ്രാഫിക്സിന്റെ ബേസിൽ കസ്റ്റമേഴ്സിനെ പ്രിഫറൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ വുഡ് ബി അപ്രോപ്രിയേറ്റ്? ഇതിൽ ഏത് തരത്തിലുള്ള റിസർച്ച് ഡിസൈൻ ആയിരിക്കും അപ്രോപ്രിയേറ്റ് ആകുന്നത്? എക്സ്പ്ലോറേറ്ററി, കാഷ്വൽ, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ. ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. കാരണം നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമർ പ്രിഫറൻസിനെ ജസ്റ്റ് അനലൈസ് ചെയ്യുകയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമർ പ്രിഫറൻസ് നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്തുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലേ? സോ ഇവിടെ കസ്റ്റമറുടെ ഡെമോഗ്രാഫിക്സിന്റെ ബേസിൽ ഓരോരുത്തർക്കും ഇപ്പോൾ ഒരു ജെൻഡർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏത് തരം ഫുഡാണ്, അല്ലെങ്കിൽ ഒരു ഏജ് വൈസിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 10 to 20, 20 to 30 ഏജ് വൈസ് ആളുകൾ പ്രിഫറൻസ് ഉള്ളത് ഏത് തരം ഫുഡിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുകയാണ്. അവിടെ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ റിസർച്ച് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം പുതിയ ഒരു കാര്യത്തിലോട്ട് എത്തിച്ചേരുന്നില്ല, നമ്മൾ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല, അല്ലേ? പുതിയൊരു കാര്യത്തിലോട്ട് പോകുന്നില്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അവിടെ നമ്മൾ വേരിയബിൾസിനെ ഒന്നും മാനിപ്പുലേറ്റും ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ദാറ്റ് ഫോക്കസ് ഓൺ ആക്യുറേറ്റ്ലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഡിസ്ക്രൈബിങ് എ പോപ്പുലേഷൻ, സിറ്റുവേഷൻ ഓർ ഫിനോമിനൻ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ഒരു പോപ്പുലേഷനെയോ ഒരു സിറ്റുവേഷനെയോ മറ്റോ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, അല്ലേ? സോ it involves collecting data to identify pattern, characteristics or trends without manipulating variable. അവിടെ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളവിടെ വേരിയബിൾസിനെ ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, പുതിയതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസും ചെയ്യുന്നില്ല. അവിടെ ഒരു സ്റ്റഡി മാത്രമാണ്, അല്ലേ? സോ കോമൺ മെത്തേഡ് ഇൻക്ലൂഡ് സർവേ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി. സർവേയും ഒബ്സർവേഷനും ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is a key benefit of using operations research in business decision making? Operations researchനെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? ഓപ്പറേഷൻസ് റിസർച്ച്. സോ ഓപ്പറേഷൻസ് റിസർച്ച് ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബിസിനസ്സിന് കിട്ടുന്ന കീ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം, അല്ലേ? ഇറ്റ് സിംപ്ലിഫൈ ഡിസിഷൻ മേക്കിംഗ് ബൈ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഒരിക്കലും അല്ല, ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റുകൾ വരുന്നതാണ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി, ഇറ്റ് ഹെൽപ്സ് മേക്ക് ക്വാളിറ്റേറ്റീവ് ഡിസിഷൻ വിതൗട്ട് ദ നീഡ് ഓഫ് ഡേറ്റ. ഒരിക്കലും അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി, ഇറ്റ് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അതായത് മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യിക്കാനാണ് ഓപ്പറേഷൻസ് റിസർച്ച്. അവിടെ മാത്തമാറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. സോ ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ is a systematic method of problem solving and decision making that uses mathematical analysis. So നമുക്കറിയാം ഇവിടെ പല മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് വഴിയാണ് പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് റിസർച്ചിൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളും മറ്റും യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പല പ്രോബ്ലംസും നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ചിനകത്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷനും അലോക്കേഷൻ്റെയും ഒക്കെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മാത്തമാറ്റിക്കലായിട്ടാണ് ഒരു ബിസിനസ്സിന്റെ ഡിസിഷൻസ് എടുക്കുന്നതും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും. അതാണ് നമ്മളുടെ ഓപ്പറേഷൻസ് റിസർച്ചിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is a property of a feasible solution? നമ്മുടെ ലീനിയർ പ്രോഗ്രാമിങ്ങിനകത്ത് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഫീസിബിൾ സൊല്യൂഷൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഫീസിബിൾ സൊല്യൂഷന്റെ പ്രോപ്പർട്ടി ഇതിലേതാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് തന്നെ ആൻസർ കിടപ്പുണ്ട്. ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻറ്റുകളെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ, അതാണല്ലോ നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. യെസ്. It maximizes the objective function, minimizes the objective function. It is outside the feasible region. ഒരിക്കലും അല്ല. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ റീജിയൻ അകത്താണ് വരുന്നത്. സോ ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി കൺസ്ട്രെയിൻസ്. സോ ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് എ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ ദ ഡിസിഷൻ വേരിയബിൾ ദാറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി കൺസ്ട്രെയിൻസ് ഓഫ് ദി പ്രോബ്ലം. സോ ദ സെറ്റ് ഓഫ് ഓൾ ഫീസിബിൾ സൊല്യൂഷൻ ഡിഫൈൻ ദ ഫീസിബിൾ റീജിയൻ ഓഫ് ദി problem. A feasible solution is within the feasible region. Feasible region നമ്മൾ ആ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഫീസിബിൾ റീജിയൻ കിട്ടും. ഫീസിബിൾ റീജിയനകത്താണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ വരുന്നത്. കൺസ്ട്രെയിൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ ഫീസിബിൾ സൊല്യൂഷന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുമാർ ലിമിറ്റഡ് ഫർണിഷ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്കിവിടെ
ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ് വേണ്ടത്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ 9% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 12% ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാം. ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിഫറൻസ് ഡെറ്റ് ഡിവൈഡ് ബൈ ഈക്വിറ്റി, ഡെപ്റ്റ് ബൈ ഈക്വിറ്റി ആണ് ക്യാപിറ്റൽ ഗിയറിംഗ്. അപ്പൊ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും അതർ ബോറോയിങ്സും നമ്മുടെ ഡെറ്റിൽ പറയാം, ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് ഫണ്ടാണ് ഇക്വിറ്റി അല്ലേ. സോ ഡെറ്റ് ബൈ ഇക്വിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ ഗിയറിംഗ് കിട്ടുന്നത്. സോ ഇവിടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ആൻഡ് അതർ ബോറോയിങ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. പ്രിഫറൻസ് ഷെയർ 6 lakh എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡിബഞ്ചേഴ്സ് 4 lakh നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ 6 + 4 ടോട്ടൽ 10 lakh നമ്മുടെ ഡെപ്റ്റ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എത്രയാണ്? 25 lakh ആണ് അല്ലേ. 10 lakh ഡെപ്റ്റും 25 lakh നമ്മളുടെ ഇക്വിറ്റിയുമാണ്. അപ്പോൾ 10 lakh ഡിവൈഡ് ബൈ 25 lakh നമുക്ക് ചെയ്യുമ്പോൾ 0.40 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗ് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഡെറ്റ് ബൈ ഇക്വിറ്റി. ഡെറ്റ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ബോറോയിങ്സ്, ഇത്രയും കാര്യം നമ്മുടെ ഡെറ്റിൽ വരുന്നുണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് 6 lakh + 4 lakh അതാണ് നമ്മളുടെ ഡെറ്റ്, അതായത് പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറുകളും. ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് 25 lakh. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് 0.40 ആണ് നമ്മളുടെ ക്യാപിറ്റൽ ഗിയറിംഗ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a batch of 15 students, 5 have failed. അതായത് 15 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ചിൽ 5 പേര് ഫെയിലായി. ദ മാർക്ക് ഓഫ് ദി സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ്, അതായത് ജയിച്ചവരുടെ മാർക്ക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മീഡിയൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്, മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n+1/2th item, അതാണല്ലോ മീഡിയൻ. n+1/2th item. അപ്പൊ നമുക്കിവിടെ n+1/2, അത് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര സ്റ്റുഡൻസാ? 15 സ്റ്റുഡൻസ് ആണുള്ളത്, അതാണ് n. അപ്പോൾ 15 + 1, അതായത് 1/2, അതായത് 16/2. 16/2 എന്ന് പറയുമ്പോൾ 8th item ആണ് നമ്മളുടെ മീഡിയൻ. ഇവിടെ 8th item ആണ് മീഡിയൻ എന്ന് നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ഡേറ്റാസിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അല്ലേ. നമ്മളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് മീഡിയൻ എടുക്കുന്നത്. ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ 8ാമത് വരുന്ന ഐറ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏതാണ്? 35, then 39, 43, 48, 57, 59, 62, 73, 76, 85. Yes, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, നമ്മളിവിടെ അറേഞ്ച് ചെയ്തു. അതായത് ഈ തന്നിരിക്കുന്ന കുട്ടികളുടെ മാർക്കിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികളിൽ സെൻട്രൽ വരുന്ന ആളുടെ മാർക്കാണ് നമുക്ക് വേണ്ടത്. സെൻട്രൽ വരുന്ന ആളുടെ മാർക്ക്. അപ്പോൾ ഇവിടെ 15 സ്റ്റുഡൻസ് ഉണ്ടായിട്ടും നമുക്ക് 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസേ ഉള്ളൂ. 15 പേരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് 15 പേരുടെ മാർക്ക് ഇതുപോലെ കുറച്ചും കൂടെ മാർക്ക് ഇവിടെ വരും. അത് എഴുതിയിട്ട് സെന്റർ, അതായത് 8th item നമുക്ക് എടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് 10 പേരുടെ മാർക്കേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 10 പേരുടെ മാർക്ക് നമ്മൾ എഴുതി വെച്ചു. ഇനി 8th item ആണ് നമ്മളുടെ മീഡിയൻ. ഇവിടെ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല, കാരണം 15 സ്റ്റുഡൻസ് ടോട്ടൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം, ഒരു ലോജിക്ക് മാത്രം വിചാരിച്ചാൽ മതി. 5 പേര് ഫെയിലായെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ആ 5 പേരും ഈ മാർക്കിനെക്കാട്ടി താഴെയുള്ളവരാണല്ലോ. ആ 5 പേരും നമ്മളുടെ 35ലും താഴെയാണ്. 35 തൊട്ടുള്ളവരെല്ലാം ജയിച്ചു.
അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാം തോറ്റു. ആ തോറ്റവരുടെ മാർക്ക് എന്തായാലും ഇതിൽ കുറവാണ്. ഇത് ഇത്രയും മാർക്കുള്ളവർ ജയിച്ചിട്ടുണ്ട്, അതിനർത്ഥം 35-ന് ഇപ്പുറത്തോട്ടുള്ളവരെല്ലാം ഫെയിലായി. അപ്പൊ ആ 5 പേരും ഇവിടെ ഉണ്ട്. അത് തൊട്ട് വേണം നമ്മൾ കൂട്ടാൻ. അതായത് 5 ഇവിടെ 5 പേരുണ്ട്. ദെൻ 6th 7th 8th ഇതാണ് 8ാമത്തെ ആള്. 8ാമത്തെ ആളുടെ മാർക്ക് 43. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എണ്ണരുത്, കാരണം 1 2 3 4 5 6 7 8 73. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എപ്പോഴും ടോട്ടൽ 15 സ്റ്റുഡൻസിന്റെ മീഡിയൻ ആണ് വേണ്ടത്. 15 സ്റ്റുഡൻസിൽ നടുക്ക് വന്ന ആളുടെ മാർക്ക്, അതിലെ 10 പേരുടെ മാർക്കേ നമുക്ക് ഉള്ളൂ. 15 പേരുടെ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിരത്തി എഴുതി 8ാമത്തെ ഐറ്റം എടുക്കാമായിരുന്നു. പക്ഷെ 10 പേരുടെ മാർക്കേ ക്വസ്റ്റ്യനിലുള്ളൂ. അപ്പോൾ അവിടെ പറയുന്നത് 5 പേര് തോറ്റു, 5 പേര് ഫെയിൽ ആയെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറഞ്ഞ മാർക്ക് 35 ആണ്. അയാൾ ജയിച്ചിട്ടുണ്ട്. അതിനർത്ഥം ബാക്കിയുള്ളവരൊക്കെ അയാളെക്കാട്ടി കുറഞ്ഞ മാർക്കാണ്, അയാളെക്കാട്ടിലും മുന്നേ ഉള്ള മാർക്കാണ്. അപ്പോൾ ആ 5 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് വേണം എണ്ണാൻ. ആ 5 പേരെ എണ്ണി കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് 6 7 8 ഇതാണ് 8th ഐറ്റം, അതായത് 43 ആണ് ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, മീഡിയൻ എന്ന് പറഞ്ഞാൽ n+1/2 ഐറ്റം ആണ്. 15 + 1/2 16/2 ഐറ്റം, അതായത് 8ാമത്തെ ഐറ്റം ആണ് മീഡിയൻ. 8ാമത്തെ ഐറ്റം എഴുതാൻ തന്നിട്ടുള്ള ഡേറ്റായെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എടുത്ത് എഴുതി. ഇനി അവിടെ ഇത് 10 പേര് മാത്രമേ ഉള്ളൂ, നമുക്ക് 15 പേരുടെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ബാക്കിയുള്ള 5 പേരുടെ മാർക്ക് ഇതിന്റെ ഇടയ്ക്ക് എവിടെ വരും എന്ന് ചിന്തിക്കേണ്ട, കാരണം ആ 5 പേരും ഫെയിൽ ആയവരാ. അവരെന്തായാലും ഈ 35-ന് മുന്നേ ആയിരിക്കും അവരുടെ മാർക്ക്. ചിലപ്പോൾ 20, 10, 5 ഒക്കെ ആയിരിക്കും. 35-ന് ജയിച്ചവരെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അതിനർത്ഥം ബാക്കി 5 പേരും തോറ്റെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഫെയിൽ ആയവരുടെ മാർക്ക് എന്തായാലും ഇതിൽ ഈ 35-ൽ കൂടിയ മാർക്ക് ഒരിക്കലും വരില്ല, കാരണം 35 തൊട്ടുള്ളവരെല്ലാം ജയിച്ചല്ലോ. ബാക്കി അപ്പൊ ഇങ്ങോട്ടുള്ളവരെല്ലാം ഫെയിലായി. അപ്പോൾ ആ 5 ഫെയിൽസ് ഇവിടെ കിടപ്പുണ്ട്. ആ 5 പേരും കൂടെ കൂട്ടിയിട്ട് എല്ലാവരെയും നിർത്തിയിട്ടാണ് മീഡിയൻ എടുക്കുന്നത്. ആ 5 പേര് ഇവിടെ നിപ്പുണ്ട്. സോ ആ 5 പേരെ കൂടി നോക്കിയിട്ട് ഇത് 6ാമത്തെ ആളാണ് 35 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇവിടെ 5 പേരുണ്ട്. ദെൻ 6 7 8 അവിടെ 43 എന്ന് പറയുന്നത് 8ാമത്തെ ആളുടെ മാർക്കാണ് 43. ഒരിക്കലും നിങ്ങൾ ഇവിടം തൊട്ട് എണ്ണരുത്. അതായത് 1 2 3 4 5 6 7 8 73 എന്ന് വിചാരിക്കരുത്. ഇത് 10 പേരെ മാത്രമാണ്, 15 പേരാണ് ടോട്ടൽ ഉള്ളത്. സോ ഇവിടെ ഫെയിലായ 5 പേരെ കൂടി വെച്ചിട്ട് വേണം എണ്ണാൻ. ഈ 5 പേര് ഇവരുടെ മുന്നിലുണ്ട്. ദെൻ 6 7 8 അതായത് 43 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോഷണൽ കോസ്റ്റ് അപ്പിയറിംഗ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഓൺലി. നോഷണൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണുന്ന നോഷണൽ കോസ്റ്റുകളെ നമ്മൾ പറയുന്ന പേര് ഇതിലേതാണ്? ഔട്ട് ഓഫ് പോക്കറ്റ് അല്ലെന്ന് നമുക്കറിയാം. ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയ കോസ്റ്റുകളാണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അസറ്റിനെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഉണ്ടാകുന്ന എമൗണ്ടുകളാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റുകളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ ഇവിടെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ് നമ്മുടെ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്കിവിടെ കാണാം, ഇംപ്യൂട്ടഡ് കോസ്റ്റ് refers to the hypothetical or estimated cost of using a resource that is not directly paid for but has an opportunity cost associated with it. Imputed cost represent the opportunity cost of using an asset in a particular way. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇംപ്യൂട്ടഡ് കോസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന കോസ്റ്റ് അല്ല. ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ആ ഒരു ബിൽഡിംഗ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേക്കാവുന്ന റെന്റ് ഉണ്ടല്ലോ, ഞാനിത് എൻ്റെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാതെ പുറത്ത് ആർക്കെങ്കിലും റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എല്ലാ മാസവും റെന്റ് കിട്ടിയേനെ. അതാണ് ഇവിടുത്തെ നോഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് that is not directly incurred but is instead an estimate of what is given up to use an asset or take an action. അപ്പോൾ ഇവിടെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇൻകർ ആവുന്ന ഒരു കോസ്റ്റ് അല്ല. നമ്മൾ ഒരു അസറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ അസറ്റ് വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ കിട്ടിയേക്കാവുന്ന ബെനിഫിറ്റുകൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ എക്സാമ്പിൾ നമുക്ക് കാണാം. ഇഫ് എ കമ്പനി ഓൺസ് എ വെഹിക്കിൾ ആൻഡ് യൂസസ് ഇറ്റ് ഫോർ ബിസിനസ് ട്രാവൽ. കമ്പനി ഒരു
കമ്പനിക്ക് ഒരു വണ്ടിയുണ്ട്, അത് ബിസിനസിന്റെ ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ അവർ റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ അവർക്കൊരു റെന്റ് കിട്ടിയേനെയല്ലോ, അതാണ് ഇവിടുത്തെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാതെ മറ്റൊരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്